ഹലോ ഗേയ്സ്, ഡൂഡെക്സ് ഹബിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്ന് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഗേയ്സ്. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ 3 ദിവസം മുന്നേ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 ദിവസമായി ഞാൻ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റീലിൽ പിന്നെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്, ലൈക്ക് വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് റീവീഡിയോ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത് കമൻറ്റിൻ്റെ അകത്ത് ഇട്ടേക്കുന്നത് ഒരുത്തനുണ്ട്. ആ കമൻറ്റിൻ്റെ അകത്ത് ഒരുത്തൻ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ചിരിക്കുന്ന ഫോട്ടോയോ അതൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് അവ ഇട്ടേക്കുന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ, നിനക്ക് നാണമില്ലേ ഇങ്ങനത്തെ റീലൊക്കെ ഇടണം. എൻ്റെ കൂട്ടുകാരൻ കണ്ടുകൊണ്ട് കാരണം ഞങ്ങളിപ്പോൾ 3 പേരുണ്ട്. ഞങ്ങൾ ഈ 3 പേരും അതിലൊരുത്ത ക്യാമറമാനും ഒരുത്തൻ എൻ്റെ കൂടെ എഡിറ്റിങ്ങിന് സഹായിക്കുന്ന ഒരുത്തനാണ്. ഞാനിപ്പോൾ വിളിക്കാം. എടാ ആശ്രയമാണ് ഇവൻ ആ മെസ്സേജ് കണ്ടേ. എടാ ആ മെസ്സേജ് ഒന്ന് വായിച്ചടാ. നിനക്ക് ഇങ്ങനെ നാണമൊന്നുമില്ലേ ഇങ്ങനെ റീലിടാൻ? അതെ, എനിക്ക് നാണമില്ലേ ഇങ്ങനത്തെ റീലൊക്കെ ഇടണമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ റീൽ ഞാൻ ഇടുന്നതിന് എന്തെങ്കിലും നിനക്ക് പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അതേപോലെ ഇവർക്ക് ആർക്കും കുഴപ്പമില്ല. പക്ഷെ അവന് മാത്രം എന്ത് ഇത്ര പ്രശ്നമൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇന്ന് മുതൽ ഇനി എല്ലാ ദിവസവും റീലിടും. പക്ഷെ ഞാൻ എന്നും ഇടും. ഞാൻ ഇങ്ങനെ ഗെയിമിൻ്റെ റീൽ ഇടാൻ പോകുന്നുണ്ട്. ഇനി പുതിയതായിട്ട് റീൽ വരുന്നുണ്ട്. പിന്നെ അതിന് പിന്നെ ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട്. ഞങ്ങളെല്ലാം ഡെയിലി ഇടുന്നുണ്ട് റീല്. ഞങ്ങൾ ഇനി മുതൽ ഇടാൻ പോവുകയാണ്. അതിന് മുന്നേ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ ഒന്ന് കമൻറ്റ് അടിക്കണം. മെയിനായിട്ട് ഫോളോ ചെയ്ത് വെച്ചേക്കണേ. പിന്നെ ഞങ്ങൾക്ക് ഇൻസ്റ്റാ ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്, പിന്നെ ഫേസ്ബുക്ക് ചാനലുണ്ട്. എടാ അപ്പോൾ നമ്മൾ എന്നും മുതൽ റീലിടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ അവിടെ ഇപ്പോൾ ഉണ്ട്. ക്യാമറമാൻ റീൽ നേരെ വരുത്തിരുന്നില്ല. പിന്നെ അതേപോലെ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരിക്കുന്ന റീലിനകത്തൊക്കെ കാണും. അതുപോലെ താങ്ക് യു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ യൂട്യൂബിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ കൂടെ മണി ബെല്ലിനോട് ക്ലിക്ക് ചെയ്യണം കേട്ടല്ലോ. ഓക്കെ, താങ്ക് യു.